കൊടും കുറ്റവാളികൾക്കെതിരെ കടുത്ത നടപടി തുടർന്ന യോഗി സർക്കാർ 24 മണിക്കൂറിൽ 11 ഏറ്റുമുട്ടൽ നടന്നു. 14 ഗുണ്ടകൾ പിടിയിലായി. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, എങ്ങനെയായിരുന്നു ഈ ഏറ്റുമുട്ടലുകൾ? വീണ, 2017-ൽ യോഗി ആദിത്യനാഥിൻ്റെ സർക്കാർ അധികാരത്തിലേറിയത് മുതൽ തന്നെ ഉത്തർപ്രദേശിൽ ഈ ഗുണ്ടകൾക്കും അതോടൊപ്പം തന്നെ ക്രിമിനലുകൾക്കും കൃത്യമായി കണ്ടകശരിയാണ്. കാരണം അവരെ ഓടിച്ചിട്ട് പിടിക്കുന്ന ഒരു ശൈലിയാണ് പൊതുവെ യു.പിയിലെ ഇപ്പോഴത്തെ സർക്കാരിനുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ പ്രത്യേക ഓപ്പറേഷൻ നടക്കുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂർ പരിശോധിച്ചാൽ തന്നെ അതിൽ 11 സ്ഥലങ്ങളിലായി നടന്നിട്ടുള്ള എൻകൗണ്ടറുകളിൽ 14 ഈ കൊടും കുറ്റവാളികളെ പിടിച്ചിരിക്കുകയാണ്. അതിൽ ലക്നൌവിലൊരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത 2 പ്രതികൾ, അതുപോലെ ഗാസിയാബാദിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തിയ കൊടും ക്രിമിനൽ, അങ്ങനെ ഇത്തരം ക്രിമിനലുകളെ മോഷണം, പിടിച്ചുപറിയും, സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം, ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന കൊടും കുറ്റവാളികളെയാണ് ഓടിച്ചിട്ട് വെടിവെച്ച് വീഴ്ത്തി ഇപ്പോൾ യു.പി പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഈ ക്രിമിനലുകളോടെല്ലാം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ, പോലീസിന് മുന്നിൽ, നിയമത്തിന് മുന്നിൽ കീഴടങ്ങുക എന്നൊരു നിർദ്ദേശം യു.പി പോലീസ് ആദ്യഘട്ടത്തിൽ മുന്നോട്ട് വെക്കും. അങ്ങനെ കീഴടങ്ങാൻ തയ്യാറാകാത്ത ഗുണ്ടകളെയാണ് ഓടിച്ചിട്ട് പിടിക്കുന്ന ഒരു ശൈലി യു.പി പോലീസിനുള്ളത്. പിടിക്കാൻ എത്തുന്ന ഘട്ടത്തിൽ പോലീസിനെ ആക്രമിക്കുകയോ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും പോലീസ് തിരിച്ച് വെടിയുതിർക്കും. മുട്ടിന് താഴേക്ക് വെടിവെച്ചാണ് ഈ ക്രിമിനലുകളെ വീഴ്ത്തുന്നത്. ഏതായാലും ഇതിപ്പോൾ ആദ്യത്തെ സംഭവമല്ല. നമുക്കറിയാം, യു.പിയിൽ വലിയ ക്രിമിനലുകൾ ഒരു കാലഘട്ടങ്ങളിൽ യു.പിയിൽ സർക്കാർ സംവിധാനങ്ങളെപ്പോലും നിയന്ത്രിച്ചിരുന്ന അത്തീഖ് അഹമ്മദിനെ പോലെയൊക്കെയുള്ള കൊടും ക്രിമിനലുകൾ ഇതിനകം കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അത്തരം ക്രിമിനൽ സംഘങ്ങളെല്ലാം പൂർണ്ണമായി അടിച്ചൊതുക്കിക്കൊണ്ടാണ് യു.പിയിൽ യോഗി ആദിത്യനാഥിൻ്റെ സർക്കാർ മുന്നേറിയിട്ടുള്ളത്. അതിനാൽ ഇത്തരം ക്രിമിനലുകളെല്ലാം ഇപ്പോൾ ഓടിച്ചിട്ട് പിടിക്കുന്ന ശൈലി അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. വീണ.